പ്രിയപ്പെട്ട കൂട്ടുകാരെ, പാലിയോലിത്തിക് ഏജ് അതായത് പ്രാചീന ശിലായുഗം, നിയോലിത്തിക് ഏജ് അതായത് നവീന ശിലായുഗം, ചാൽക്കോലിത്തിക് ഏജ് താമ്ര ശിലായുഗം, ബ്രോൺസ് ഏജ് വെങ്കലയുഗം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ആദ്യത്തെ 2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ആ ക്ലാസ് കാണാത്തവർക്ക് ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതുകൂടി കാണുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെങ്കലയുഗത്തിൽ നദിയുടെ തീരങ്ങളിൽ ഉയർന്നു വന്ന സംസ്കാരങ്ങളെ പറ്റിയാണ്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, വെങ്കലയുഗ സംസ്കാരങ്ങൾ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ്. നദിയുടെ തീരങ്ങളിലാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ ഉയർന്നു വന്നത് എന്ന് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഏത് നദിയുടെ തീരത്താണ് വികസിച്ചു വന്നത്? The Mesopotamian civilization flourished in the valleys between the Euphrates and the Tigris rivers. ഏതൊക്കെ നദിയുടെ തീരങ്ങളിലാണ് മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ നിലനിന്നിരുന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിലാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. മറ്റ് സംസ്കാരങ്ങൾ കൂടി പഠിക്കുമ്പോൾ ഇത് മറന്നു പോകരുത്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് അർമീനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി പേർഷ്യൻ കടലിൽ ചേരുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്ക് ഇടയിലാണ്. ഇനി പറയുന്നത് ദ വേർഡ് മെസൊപ്പൊട്ടേമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം. മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്, 2 നദികൾക്കിടയിലുള്ള പ്രദേശം. ഇറ്റ് ഈസ് നൗ ഇൻ ഇറാഖ്. ഈ പ്രദേശം ഇന്ന് എവിടെയാണ്? ഇറാഖിലാണ് ഇന്ന് മെസൊപ്പൊട്ടേമിയ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വെങ്കലയുഗ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണ് എഴുത്തുവിദ്യ രൂപപ്പെട്ടത്. മെസൊപ്പൊട്ടേമിയയിൽ രൂപപ്പെട്ട എഴുത്തുവിദ്യ ഏതാണെന്നറിയാമോ? ദ ക്യൂണിഫോം സ്ക്രിപ്റ്റ് എവോൾവ്ഡ് ഇൻ മെസൊപ്പൊട്ടേമിയ. ഓർമ്മിച്ചു വയ്ക്കുക, മെസൊപ്പൊട്ടേമിയയിൽ രൂപപ്പെട്ട ലിപിയാണ് ക്യൂണിഫോം ലിപി. ക്യൂണിഫോം സ്ക്രിപ്റ്റിനെ പറ്റി കുറച്ചുകൂടി വിശദമായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ദി ക്യൂണിഫോം ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് നോൺ സ്ക്രിപ്റ്റ്സ്. പുരാതനമായ എഴുത്തുലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. ഇത് ആരംഭിച്ചത് എവിടെയാണെന്നറിയാമോ? ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ റീജിയൻ ഓഫ് സുമേർ. ക്യൂണിഫോം ലിപി ആരംഭിച്ചത് സുമേറിലാണ്. ദി സ്ക്രിപ്റ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ വെഡ്-ഷേപ്ഡ് പിക്ടോഗ്രാഫിക് മാർക്സ് ഓൺ ക്ലേ ടേബ്ലറ്റ്സ്. ആപ്പിന്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണിത്. ഇതിന്റെ എഴുത്തുപ്രതലം കളിമൺ പാളികളായിരുന്നു. ക്യൂണിഫോം ലിപിയെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ലോകത്തെ ഏറ്റവും പുരാതനമായ എഴുത്തുരീതിയാണ് ക്യൂണിഫോം ലിപി. ഉർവംശജരായ സുമേറിയക്കാർ വികസിപ്പിച്ചെടുത്ത ലിപിയാണിത്. ചുട്ടെടുത്ത കളിമൺ ഫലകങ്ങളാണിത്. കളിമണ്ണുകൊണ്ട് ഫലകങ്ങളുണ്ടാക്കി അതിലെഴുതുകയോ രേഖപ്പെടുത്തുകയോ ബന്ധപ്പെട്ട അടയാളങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തതിന് ശേഷം ഫലകങ്ങൾ തീയിൽ ചുട്ടെടുക്കുന്ന രീതിയാണിത്. ക്യൂണിഫോം ലിപിയെപ്പറ്റി മനസ്സിലായല്ലോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന സവിശേഷതയെക്കുറിച്ച് പറയുകയാണ്. ദ സിഗുറാത്സ് ആർ ദ മേജർ റിമൈൻസ് ഓഫ് ദിസ് ഗ്രേറ്റ് സിവിലൈസേഷൻ. ഈ മഹത്തായ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ആയ ചരിത്ര ശേഷിപ്പുകളായ സിഗറാത്തുകളെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ദ സിഗറാത്സ് വേർ ടെമ്പിൾ കോംപ്ലക്സസ്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ സിഗറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്. ദി വാൾസ് ഓഫ് ദി സിഗറാത്സ് വേർ ബിൽറ്റ് ഓഫ് ബേൺഡ് ബ്രിക്സ്. ഇതിന്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിഗുറാത്തുകളെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സിഗുറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്. ഇതിന്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് അറൗണ്ട് 25 സിഗുറാത്സ് വേർ ബിൽറ്റ് ഇൻ ദിസ് ഏരിയ. 25ഓളം സിഗറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ
ഇന്നും സംരക്ഷിക്കപ്പെടുന്ന സിഗറാത്ത്സ് ഏതാണെന്നറിയാമോ? ദി സിഗറാത്ത് ഇൻ ദി സിറ്റി ഓഫ് ഊർ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. ഊർ എന്ന നഗരത്തിലെ സിഗറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദസൂര്യൻ നിർമ്മിക്കാം. കംപ്ലീറ്റ് ദി വേർഡ് വെബ്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദസൂര്യൻ പൂർത്തിയാക്കേണ്ടത്. ഈ പദസൂര്യനിൽ ആദ്യം നമുക്ക് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്ന നദികൾ എഴുതാം. ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്? The Mesopotamian civilization flourished in the valleys between the Euphrates and the Tigris rivers. Euphrates, Tigris. അപ്പോൾ നമുക്ക് ആദ്യം അതെഴുതാം. ഇനി നമുക്ക് മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നെഴുതാം. The land between rivers. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ രണ്ട് സവിശേഷതകൾ നമ്മൾ എഴുതി കഴിഞ്ഞു. നമ്മൾ പഠിച്ച മറ്റൊരു സവിശേഷത എന്താണ്? ദി ക്യൂണിഫോം സ്ക്രിപ്റ്റ് ഇവോൾവ്ഡ് ഇൻ മെസൊപ്പൊട്ടേമിയ. മെസൊപ്പൊട്ടേമിയയിൽ രൂപം കൊണ്ട ലിപി ഏതാണ്? ക്യൂണിഫോം ലിപി. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച മറ്റൊരു സവിശേഷത എന്താണ്? അവിടുത്തെ ചരിത്ര ശേഷിപ്പുകൾ, സിഗുറാത്തുകൾ. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ 4 പ്രധാന സവിശേഷതകൾ ഉൾപ്പെടുത്തി പദസൂര്യൻ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വെങ്കലയുഗ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാം. ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇൻ വിച്ച് റിവർ ബേസിൻ ദി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഗ്രൂ. ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് ഏത് നദീതടത്തിലാണ്? ദി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദി വാലി ഓഫ് ദ റിവർ നൈൽ. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ഓർമ്മിച്ചു വയ്ക്കണം, ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ നദിയുടെ തീരത്താണ്. നൈൽ നദിയെക്കുറിച്ച് ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചു വയ്ക്കണം. ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദിയാണ് നൈൽ നദി. ഈജിപ്റ്റ് ഈസ് കോൾഡ് ദി ഗിഫ്റ്റ് ഓഫ് ദി നൈൽ. ഈജിപ്തിനെ നൈലിന്റെ ദാനമെന്ന് വിശേഷിപ്പിക്കുന്നു. ദി ഗിഫ്റ്റ് ഓഫ് ദി നൈൽ ഏതാണ്? ഈജിപ്റ്റ്. ഈജിപ്തിനെയാണ് നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം പഠിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന യൂണിഫോം ലിപി നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും ഒരു ലിപി ഉണ്ടായിരുന്നു. അതേതാണെന്നറിയാമോ? ദി ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ഈജിപ്റ്റ്. ഹൈറോഗ്ലിഫിക്സ് ലിപി ഈജിപ്തിലാണ് രൂപം കൊണ്ടത്. വിച്ച് കൺട്രി ഡെവലപ്ഡ് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്? ഏതു രാജ്യമാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി വികസിപ്പിച്ചത്? ഈജിപ്റ്റ്. ഈജിപ്തിലാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി രൂപം കൊണ്ടത്. ഹൈറോഗ്ലിഫിക്സ് ലിപിയെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള ഈ വിവരണം നമ്മെ സഹായിക്കും. ഇറ്റ് ഈസ് ദി സ്ക്രിപ്റ്റ് യൂസ്ഡ് ബൈ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ്. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഈ ലിപിയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിംബൽസ് ആൻഡ് ലെറ്റേഴ്സ് കോമൺലി റിട്ടൺ ഓൺ പാപ്പിറസ് ആൻഡ് വുഡ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്തതാണ് ഈ ലിപി. തടിയും പാപ്പിറസുമാണ് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം. എന്താണ് ഈ പാപ്പിറസ്? ഈജിപ്തിലെ ജനങ്ങൾ ആദ്യകാലത്ത് എഴുതാനായി ഉപയോഗിച്ചിരുന്ന മാധ്യമമാണ് പാപ്പിറസ്. പേപ്പിറസ് എന്ന ചെടിയുടെ തണ്ടിൽ നിന്നുമാണ് കടലാസ് പോലെയുള്ള താളുകൾ ഉണ്ടാക്കിയിരുന്നത്. ചുരുളുകളായിട്ടാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. നെടുകെ പിളർന്ന പേപ്പിറസ് ചെടിയുടെ തണ്ടിൽ നിന്നും നേർത്ത പാളികളായി മുറിച്ചെടുത്ത് അവയെ പരസ്പരം കൂട്ടിച്ചേർത്താണ് കടലാസിന് പകരം എഴുതാനുള്ള മാധ്യമം ഉണ്ടാക്കിയിരുന്നത്. എന്താണ് പാപ്പിറസ് എന്ന് മനസ്സിലായല്ലോ. പാപ്പിറസും തടിയുമാണ് എഴുതാനായി അവർ ഉപയോഗിച്ചിരുന്നത്. ഇനി ഇവിടത്തെ ചരിത്ര ശേഷിപ്പുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ദി വേൾഡ് ഫേമസ് പിരമിഡ്സ് ആർ ദി മോസ്റ്റ് റിമാർക്കബിൾ റിമൈൻസ് ഓഫ് ദിസ് സിവിലൈസേഷൻ. ലോകപ്രസിദ്ധങ്ങളായ പിരമിഡുകൾ ഈ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ്. എന്താണ് ഈ പിരമിഡ്? ദി പിരമിഡ്സ് ആർ ദി ടോംസ് ഓഫ് ദി ഫറവോസ്, ദി റൂളേഴ്സ് ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിലെ ഭരണാധികാരികൾ ഫറവോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ഫറവോ.
ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ദി ബിഗ്ഗസ്റ്റ് പിരമിഡ് ഈസ് ദി വൺ അറ്റ് ഗിസ, ബിൽറ്റ് ബൈ ദ ഫറവോ ഓഫ് കുഫു. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത്. 13 ഏക്കർ വിസ്തീർണവും 500 അടി ഉയരവുമുണ്ട് ഈ പിരമിഡിന്. എന്തുമാത്രം വലുതായിരുന്നു ഈ പിരമിഡെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. പ്രതിമ നിർമ്മാണത്തിലും അസാമാന്യ വൈഭവം അവർ പ്രകടിപ്പിച്ചിരുന്നു. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്ഫിങ്സ് പ്രതിമ ഒരു വിസ്മയമാണ്. ഇത് നൈലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രതിമയ്ക്ക് 100 അടി നീളവും 70 അടി പൊക്കവുമുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു വർക്ക്ഷീറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ. ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്ന നദീതടം ഏതാണ്? നൈൽ. നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ദി ഗിഫ്റ്റ് ഓഫ് ദി നൈൽ. നൈലിന്റെ ദാനം. നൈലിന്റെ ദാനം ഏതാണ്? ഈജിപ്റ്റ്. ഈജിപ്തിനെയാണ് നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. നൈം ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ബൈ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ്. ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ്. ദി റൂളേഴ്സ് ഓഫ് ഈജിപ്റ്റ് എയർ നോണാസ്. ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ഫറവോ. ഫറവോ എന്നാണ് ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത്. ദി ടോംസ് ഓഫ് ദി ഫറവോസ് നോണാസ്. ഫറവോമാരുടെ ശവകുടീരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പിരമിഡുകൾ. ഈജിപ്ഷ്യൻ സംസ്കാരവും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെങ്കലയുഗത്തിൽ വികാസം പ്രാപിച്ച ചൈനീസ് സിവിലൈസേഷനെ കുറിച്ചാണ്. ഇൻ വിച്ച് റിവർ ബേസിൻ ദി ചൈനീസ് സിവിലൈസേഷൻ ഗ്രൂ. ചൈനീസ് സംസ്കാരം വളർന്നു വന്നത് ഏത് നദീതടത്തിലാണ്? ദി ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ ഹൊയാങ്ഹോ റിവർ വാലി. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. ഓർമ്മിച്ചു വയ്ക്കണം, ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് ഹൊയാങ്ഹോ നദീതടത്തിലാണ്. ഇറ്റ് ഈസ് റിമാർക്കബിൾ ദാറ്റ് ദി ചൈനീസ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ഫോംഡ് ഇൻ ദി ബ്രോൺസ് ഏജ് എക്സിസ്റ്റ് ഈവൻ ടുഡേ വിത്ത് സം ചേഞ്ചസ്. വെങ്കലയുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. ദി ചൈനീസ് വെർ എക്സ്പെർട്സ് ഇൻ മേക്കിംഗ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ വിദഗ്ധരായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഈ വെങ്കല പ്രതിമ നിരീക്ഷിച്ചാൽ തന്നെ വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ ചൈനക്കാർ എത്രമാത്രം വിദഗ്ധരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വെങ്കലയുഗത്തിൽ വികാസം പ്രാപിച്ച ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാം. ഓൺ വിച്ച് റിവർ ബാങ്ക് ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ്. ഏത് നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വളർന്നത്? ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദി വേലി ഓഫ് ദി റിവർ ഇൻഡസ്. ഇൻഡസ് റിവർ എന്ന് പറയുന്നത് സിന്ധു നദിയാണ്. സിന്ധു നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. ഓർമ്മിച്ചു വയ്ക്കണം, സിന്ധു നദിയുടെ തീരത്താണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. സിന്ധു നദീതടത്തിൽ രൂപം കൊണ്ടതുകൊണ്ട് ഹാരപ്പൻ സിവിലൈസേഷനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരമെന്നും അറിയപ്പെടുന്നു. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഇന്ന് ഏതൊക്കെ രാജ്യത്തിലാണെന്നറിയാമോ? ദി മേജർ സൈറ്റ്സ് ഓഫ് ദിസ് സിവിലൈസേഷൻ ആർ സിറ്റുവേറ്റഡ് ഇൻ ദി പ്രസന്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ഹാരപ്പൻ സിവിലൈസേഷന്റെ ഏറ്റവും മികച്ച സവിശേഷതയായിരുന്നു ടൗൺ പ്ലാനിംഗ്. ടൗൺ പ്ലാനിംഗ് വാസ് എ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ടൗൺ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നഗരാസൂത്രണം. ഹാരപ്പയിലെ നഗരാസൂത്രണം വളരെ മികച്ചതായിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് ടൗൺ പ്ലാനിംഗ്, നഗരാസൂത്രണം. The thoroughfares, drainage system, granaries, street centers, multi-storied houses made of burnt bricks, etc. astonish even the modern world. ഹാരപ്പൻ സംസ്കാരത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന പ്രത്യേകതകൾ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ്? thoroughfares. thoroughfares എന്ന് പറഞ്ഞാൽ അക്കാലത്തെ തെരുവ് വീഥികൾ, അതായത് പാതയോരങ്ങൾ. ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാലുകൾ.
മലിനജലം ഒഴുകിപ്പോകാനുള്ള ഓടകളൊക്കെ അക്കാലത്ത് നിർമ്മിച്ചിരുന്നു. ഗ്രാനറീസ് എന്ന് പറഞ്ഞാൽ ധാന്യപ്പുരകൾ. ട്രേഡ് സെന്റേഴ്സ്. എന്താണ് ട്രേഡ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ? കച്ചവട കേന്ദ്രങ്ങൾ. മൾട്ടി സ്റ്റോറീഡ് ഹൗസസ് മെയ്ഡ് ഓഫ് ബേൺ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ എന്നിവ ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നവയാണ്. അക്കാലഘട്ടത്തിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന മികച്ച നിർമ്മാണ രീതികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദി ഹാരപ്പൻ പീപ്പിൾ വെയർ ഫെമിലിയർ വിത്ത് ദി ആർട്ട് ഓഫ് റൈറ്റിംഗ്. വെങ്കലയുഗ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷതയായ എഴുത്തുവിദ്യയും ഹാരപ്പയിലെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷനിലെ പ്രധാന നഗരങ്ങൾ ഏതാണെന്നറിയാമോ? മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ ആൻഡ് ലോത്തൽ വെയർ ദ മേജർ സിറ്റീസ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോത്തൽ. What are the major cities of the Indus Valley Civilization? സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോത്തൽ. ഇനി പാഠപുസ്തകത്തിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര ശേഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം. The Great Bath is one of the important remains of the Harappan civilization. It is situated in മോഹൻജദാരോ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിലൊന്നാണ് മഹാസ്നാനഘട്ടം. മോഹൻജദാരോയിലാണ് ഇത് നിലനിന്നിരുന്നത്. ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം ഏത് സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പാണ്? ഹാരപ്പൻ സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പാണ് ഗ്രേറ്റ് ബാത്ത്, അതായത് മഹാസ്നാനഘട്ടം. വാട്ട് ആർ ദി അസ്റ്റോണിഷ് ഫീച്ചേഴ്സ് ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പൻ സംസ്കാരത്തിന്റെ അത്ഭുതകരമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ വിശദമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ ഉത്തരം. ടൗൺ പ്ലാനിംഗ്, നഗരാസൂത്രണം. ദ തറോഫേഴ്സ്, തെരുവുകൾ. ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാലുകൾ. ഗ്രാനറീസ്, ധാന്യപ്പുരകൾ. ട്രേഡ് സെന്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങൾ. മൾട്ടി സ്റ്റോറീഡ് ഹൗസസ് മെയ്ഡ് ഓഫ് ബേൺ ബ്രിക്സ്, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ. ദ ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം. ഇവയെല്ലാം ഹാരപ്പൻ സംസ്കാരത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന സവിശേഷതകളാണ്. സാമൂഹ്യശാസ്ത്രം 5ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിന്റെ പാർട്ട് 3 ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ യൂണിറ്റിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.